നമ്മൾ കൊച്ചിയിലേക്ക് വീണ്ടും പോവുകയാണ്. എറണാകുളം പനമ്പള്ളി നഗറിൽ അമ്മ കൊലപ്പെടുത്തി ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞ കുഞ്ഞിന്റെ സംസ്കാരം ഇന്നാണ്. പച്ചാളം ശ്മശാനത്തിലാണ് സംസ്കാരം. കുഞ്ഞിന്റെ DNA സാമ്പിൾ ഇന്ന് പരിശോധനയ്ക്ക് അയക്കും. നവമി, ഈ പറയുന്ന പോലെ തൊട്ടു മുമ്പ് നമ്മൾ ആ എക്സ്പ്ലെയിനർ കണ്ടതേ ഉള്ളൂ. അപ്പോൾ ഒരു ഞെട്ടിച്ച സംഭവമായിരുന്നു പനമ്പള്ളി നഗറിലെ കാര്യം. എന്താണ് വിവരങ്ങൾ? എൽദോ, ഇന്ന് 10 മണിക്കായിരിക്കും പച്ചാളം ശ്മശാനത്തിൽ നവജാത ശിശുവിന്റെ സംസ്കാരം നടക്കുക. ഇന്നലെ തന്നെ പോലീസ് കുഞ്ഞിന്റെ അമ്മയിൽ നിന്നും ഒപ്പം അമ്മയുടെ അച്ഛനിൽ നിന്നും ഇതിന്റെ സമ്മതപത്രം എഴുതി മേടിച്ചിരുന്നു. അവർക്ക് ഈ കുഞ്ഞുമായി യാതൊരു ബന്ധമില്ല എന്നുള്ളൊരു സമ്മതപത്രം എഴുതി മേടിച്ചിരുന്നു. അതിന്റെ പിന്നാലെയാണ് പോലീസ് സ്വമേധയാ ഈ സംസ്കാരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ്. അവിടെ നിന്നായിരിക്കും പോലീസ് ഏറ്റുവാങ്ങിയ ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. അതിനിടെ കുട്ടിയുടെ DNA പരിശോധനയ്ക്ക് അയക്കാൻ വേണ്ടി ഇന്ന് അയക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ പിതൃത്വം സംബന്ധിച്ച് ചില ഒരു ദുരൂഹത, അല്ലെങ്കിൽ ദുരൂഹത എന്നല്ല, ചില സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് DNA പരിശോധിക്കാനായി അയച്ചിട്ടുള്ളത്. അതുമല്ല, ഈ കുട്ടി ഏതെങ്കിലും തരത്തിൽ, അതായത് ഈ കുട്ടിയുടെ മാതാവ് ഏതെങ്കിലും തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും യുവാവിലേക്ക് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് നടക്കുക. ഈ പെൺകുട്ടിക്ക് പരാതിയില്ല എന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകില്ല എന്നുള്ളൊരു തീരുമാനം കൂടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ആദ്യം ഇത് ഒരു അതിജീവിതയാണെന്നൊക്കെ കമ്മീഷണർ വെളിപ്പെടുത്തി പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീടുള്ള വിശദമായ അന്വേഷണത്തിൽ ഈ പെൺകുട്ടിയുടെ തന്നെ സമ്മതപ്രകാരം ഉള്ള ഒരു സുഹൃത്താണ് തന്നെ ഗർഭിണിയാക്കിയതെന്ന് പിന്നീട് കുട്ടി പോലീസിന് മൊഴി നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആ തരത്തിലൊരു ബലാത്സംഗം എന്ന കാര്യങ്ങളിലേക്ക് ഈ കേസ് പോകില്ല. കൊലപാതകം എന്നുള്ളൊരു കുറ്റം മാത്രമായിരിക്കും ഈ പെൺകുട്ടിക്ക് മേൽ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. അങ്ങനെ തന്നെ ആകാനാണ് സാധ്യതയും. എന്തായാലും യുവാവിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിട്ടില്ല. അത് ഈ പെൺകുട്ടി അല്ലെങ്കിൽ കുടുംബമോ പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയുമായി വന്നാൽ മാത്രമേ ആ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ പെൺകുട്ടി ICUവിൽ തന്നെ തുടരുകയാണ്. ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് ചില ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, അണുബാധയൊക്കെ ഈ പെൺകുട്ടിക്ക് ഏറ്റിട്ടുണ്ട്. ഇതിന്റെ ഒരു ചികിത്സ എന്നോണമാണ് ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നത്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാനസിക നില, ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളൊരു തരത്തിൽ കുട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു മാനസിക വിഭ്രാന്തി തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ ഇപ്പോഴും പെൺകുട്ടി തുടരുന്നത്. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പോലീസ് യുവതിയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയുള്ളൂ. എന്തായാലും വളരെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു കൊച്ചി പനമ്പള്ളി നഗറിൽ നിന്നും പുറത്തു വന്നത്. മാതാപിതാക്കൾ അറിയാതെ കുട്ടി 10 മാസം ഗർഭിണിയാകുന്നു. പെൺകുട്ടി 10ാമത്തെ മാസം ഈ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. പിന്നീട് വീട്ടുകാരെ പേടിച്ച് ആ കുഞ്ഞിനെ ഫ്ളാറ്റിന്റെ 5ാം നിലയിൽ നിന്നും കവറിൽ പൊതിഞ്ഞ് പുറത്തേക്ക് എറിയുന്നു. പിന്നീട് ആ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി നാട്ടുകാർ ആ വഴി പോയ ആളുകൾ കണ്ടെത്തുകയും പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ആ ഫ്ളാറ്റിലെ പെൺകുട്ടിയാണ്, 23 വയസ്സുകാരിയാണ് ഈ ഒരു കൊലപാതകം നടത്തിയതെന്ന് തെളിയുകയും ചെയ്തു. പിന്നീട് ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകൾ കഴിയുന്തോറും ഞെട്ടിക്കുന്ന വാർത്തകളായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത്. എന്തായാലും പോലീസ് ഇതിലെ ഒരു അന്വേഷണം ഇപ്പോൾ ഈ കൊലപാതക കുറ്റം എന്നത് ചുമത്തി മാത്രമുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് പോയിട്ടുള്ളത്. തുടക്കത്തിൽ ഇതൊരു ബലാത്സംഗമാണ്, ഈ അതിജീവിതയാണ്, ഇരയാണെന്നൊക്കെ കമ്മീഷണർ പറഞ്ഞിരുന്നു. പിന്നീട് വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ് തൻ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ അതിന്റെ ശബ്ദം, അതിന്റെ കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വായിൽ പൊത്തിപ്പിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം കഴുത്തിൽ ഒരു ഷോള് മുറുക്കുന്നു. പിന്നീട് അമ്മ വന്ന് കതകിൽ തട്ടിയപ്പോൾ പേടിച്ചാണ് കുട്ടിയെ റോഡിലേക്ക് എടുത്ത് എറിഞ്ഞത് എന്നും കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിലൊക്കെ ഇത് കൃത്യമായി അറിയുകയും ചെയ്തിട്ടുണ്ട്. തലക്കേറ്റ, താടിയലിനേറ്റ ക്ഷതങ്ങളൊക്കെ ഈ നവജാത ശിശുവിന്റെ മരണത്തിന് ഇടയാക്കി എന്ന് പറയുകയും ചെയ്തു. എന്തായാലും ജനിച്ച അമ്മ തന്നെ കൊലപ്പെടുത്തിയ ആ കുഞ്ഞ് മണിക്കൂറുകൾ എന്ന് പറയാൻ കഴിയില്ല, വളരെ കുറച്ച് സമയം മാത്രമേ അത് ഈ ലോകത്തുണ്ടായിരുന്നുള്ളൂ. വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. നമുക്ക് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടിയും ആ ഒരു വേദന, ആ കുഞ്ഞ്, ഇതൊക്കെ നമുക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു സൃഷ്ടിച്ചത്. എന്തായാലും ഇന്ന് ആ കുഞ്ഞിന്റെ സംസ്കാരം നടത്തും. അതിനെ ഏറ്റെടുക്കാൻ ആരുമില്ല. അതിന്റെ മാതാവും കുടുംബവും ഒക്കെ അതിനെ വേണ്ട എന്ന് തന്നെ പറഞ്ഞു. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ പോലീസ് സ്വമേധയാ ഈ കുട്ടിയുടെ സംസ്കാരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 10 മണിക്ക് പച്ചാളം പൊതുശ്മശാനത്തിലായിരിക്കും ഈ നവജാത ശിശു ആൺകുഞ്ഞിന്റെ സംസ്കാരം നടക്കുക. എൽദോ. ശരി, നവമി ദിനേശാണ്
കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കൗൺസിൽ